ഇതെന്താന്ന് മനസ്സിലായോ? കാണാൻ ഉണ്ണിയപ്പം പോലെ ഉണ്ടല്ലേ? എന്നാൽ ഇത് ഉണ്ണിയപ്പമല്ല. ഇതാണ് കണ്ണൂർക്കാരുടെ സ്വന്തം കണ്ണൂരപ്പം അഥവാ വെള്ള ഉണ്ണിയപ്പം. ഒരു ബൗളിലേക്ക് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ കുതിർത്തെടുക്കണം. 4 മണിക്കൂറിന് ശേഷം അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിന് കുരു മാത്രം ചേർത്ത് കൊടുക്കാം. അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് എടുത്ത ശേഷം 2 മണിക്കൂർ ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഫെർമെന്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് എടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാരിസൺ പദ്ധതി റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ കണ്ണൂരപ്പത്തിന് ഒരു വശം നല്ല വൈറ്റ് കളറും മറുവശം നല്ല ഗോൾഡൻ കളറുമാണ്. അതുകൊണ്ട് തന്നെ മാവ് ഒഴിച്ച ഉടൻ തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മറുവശം ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കണ്ണൂരപ്പമാണേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.